ഞാൻ നേരത്തെ ചില സിനിമകളുടെയൊക്കെ ട്രെയിലർ അല്ലെങ്കിൽ ടീസർ റിയാക്ഷൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ വലിയ വ്യൂസ് ഒന്നും കിട്ടാറില്ലായിരുന്നു. പിന്നെ എനിക്ക് ഫേക്ക് ആയിട്ട് ഇങ്ങനെ റിയാക്ട് ചെയ്യാൻ വരൂല. ലൈക്ക് വാവ്, അയ്യോ, ഇമാതിരി ഐറ്റംസ് ഒക്കെ ഇപ്പൊ അഭിനയിക്കാനായിട്ടാണെങ്കിൽ വരും. അതല്ലാതെ നാച്ചുറൽ ആയിട്ട് ട്രെയിലർ ടീസർ ഒക്കെ കാണുമ്പോൾ അങ്ങനെ വരൂല. ഇനി അഥവാ വന്നാൽ അത് കാണുമ്പോൾ എനിക്ക് മറ്റേ ഉർവശി ചേച്ചി ഒരു ഇന്റർവ്യൂവിൽ പുള്ളിക്കാരി പരസ്യം ചെയ്യാത്തത് എന്താണെന്ന് ചോദിച്ചപ്പോൾ മറുപടി പറഞ്ഞില്ലേ, അയ്യേ നുണയൻ എന്നൊരു ഫീൽ എനിക്ക് തന്നെ അത് കാണുമ്പോൾ തോന്നും. അതുകൊണ്ടാണ് ഞാൻ അതിനെ ചെയ്യാത്തത്. സോ കാലക്രമേണ ആ ഒരു പരിപാടി ഞാൻ നിർത്തുകയായിരുന്നു ചെയ്തത്. പക്ഷെ ഞാൻ ട്രെയിലർ തോട്ട്സ് എന്നും പറഞ്ഞിട്ട് ഇടയ്ക്കിടെ ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ സ്റ്റോറി ഇടാറുണ്ട്. ഇപ്പൊ ചില ആൾക്കാരൊക്കെ അത് കൊള്ളാം എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് ലാസ്റ്റ് ഞാൻ പള്ളിച്ചട്ടമ്പി, പേട്രിയറ്റ് ഈ സിനിമകളിലെയൊക്കെ ട്രെയിലർ തോട്ട്സ് പറഞ്ഞത് ഏകദേശം തിയേറ്ററിൽ വന്നപ്പോഴും അതൊക്കെ തന്നെയാണ് സംഭവിച്ചത്. സോ എന്തുകൊണ്ട് അത്തരത്തിലുള്ള വീഡിയോസ് കൂടി ചെയ്തുകൂടാ എന്ന് എനിക്കൊരു തോന്നലുണ്ടായി. അതുകൊണ്ട് ഒരു പുതിയ സീരീസ് പോലെ നമ്മളിവിടെ ആരംഭിക്കുകയാണ്, ട്രെയിലർ അല്ലെങ്കിൽ ടീസർ തോട്ട്സ് എന്നുള്ള ഒരു വീഡിയോ സീരീസ്. പക്ഷേ ഞാൻ വളരെ ബ്രൂട്ടലി ഓണസ്റ്റ് ആയിട്ടും എനിക്ക് ആത്മാർത്ഥമായിട്ട് ഉള്ളിൽ നിന്നും തോന്നിയത് മാത്രമേ പറയുകയുള്ളൂ. എനിക്കാരെയും സുഖിപ്പിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഫാൻസിനൊക്കെ ചിലപ്പോൾ ചൊറിച്ചിലുണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. അവർ വന്ന് തെറി വിളിക്കും. പോരാത്തതിന് സിനിമകളുടെ അണിയറ പ്രവർത്തകർക്ക് ഇത് കണ്ടു കഴിയുമ്പോൾ ദേഷ്യം വരാനുള്ള സാധ്യത ഉണ്ടാകും. ബട്ട് ചിൽ, ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്കെങ്ങനെ ഇതിനെക്കുറിച്ച് ഫീൽ ചെയ്യുന്നു എന്നുള്ളത് മാത്രമാണ്. അത് മറ്റുള്ളവർക്ക് അങ്ങനെ ആകണമെന്നേ ഇല്ല. ജസ്റ്റ് മൈ തോട്ട്സ്. അത് മാത്രമല്ല, ഇതൊക്കെ വെച്ചിട്ട് ഞാൻ ബോക്സ് ഓഫീസ് വേർഡിക്റ്റ് ഒന്നും അല്ല പ്രെഡിക്റ്റ് ചെയ്യാൻ പോകുന്നത്. ബോക്സ് ഓഫീസിൽ ചിലപ്പോൾ സൂപ്പർ ഹിറ്റ് ആയ പടങ്ങളൊക്കെ അത്രയും നല്ലതാണെന്നുള്ള അഭിപ്രായം ഒന്നും എനിക്കില്ല. അതുപോലെ തന്നെ ഹിറ്റ് ആവാതെ പോയ പല പടങ്ങളും അതിഗംഭീര സിനിമകളുമായിരുന്നു. സോ ഒരു ട്രെയിലർ അല്ലെങ്കിൽ ടീസർ ഒക്കെ കാണുമ്പോൾ ഫസ്റ്റ് തോന്നുന്ന ഒരു ഇംപ്രഷൻ മാത്രം പറയുന്നു എന്ന് മാത്രം. അത് പടം കാണുമ്പോൾ ചിലപ്പോൾ പൂർണ്ണമായിട്ടും മാറാനുള്ള സാധ്യതയുണ്ട്. ഞാൻ പറയുന്നതിന് ഓപ്പോസിറ്റ് ആയിട്ട് സിനിമ തിയേറ്ററിൽ വരുമ്പോൾ സംഭവിക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുക ഞാനായിരിക്കും. നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്നതിന് അതീതമായിട്ടൊരു സിനിമ വരുമ്പോഴാണല്ലോ അത് നല്ലൊരു എക്സ്പീരിയൻസ് ആവുക. സോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇത് നമ്മൾ 5 മലയാളം സിനിമകളുടെ ട്രെയിലർ അല്ലെങ്കിൽ ടീസർ കണ്ടതിന് ശേഷം എനിക്ക് തോന്നിയ ചിന്തകളാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത് ട്രെയിലർ തോട്ട്. ആദ്യത്തെ പടം വരവ്, ഷാജി കൈലാസ് സംവിധാനം ചെയ്ത സിനിമയാണ്. ജോജു ജോർജ്, അതുപോലെ അർജുൻ അശോകൻ, സുകന്യ, വാണി വിശ്വനാഥ്, അങ്ങനെ വമ്പൻ താരനിരയുള്ള പടമാണ്. AK സാജനാണിത് രചിച്ചിട്ടുള്ളത്. ഇതിന്റെ മ്യൂസിക്കും ബാക്ക്ഗ്രൗണ്ട് സ്കോറും സാം CS ആണ്. DOP S ശരവണനാണ്. എനിക്കിതിന്റെ ട്രെയിലർ കണ്ടപ്പോൾ ഒരു പഴയ കാലഘട്ടത്തിലേക്ക് തിരിച്ചു പോയതുപോലെയാണ് തോന്നിയത്. ആകെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് ഇതിൽ സുകന്യ കന്യാസ്ത്രീ റോളിൽ വരുന്നുണ്ട്. പുള്ളിക്കാരി ഇങ്ങനെ തോക്കും പിടിച്ചൊക്കെ നിൽക്കുന്ന കണ്ടപ്പോൾ ഒരു വെറൈറ്റി ആയിട്ട് തോന്നി. പക്ഷെ ബേസിക്കലി എനിക്ക് സുകന്യയുടെ ആണെങ്കിലും ചില സിനിമകളിലെ ആക്ടിങ് കാണുമ്പോൾ പുള്ളിക്കാരി ഒരു ഡാൻസർ ആണല്ലോ, അപ്പം ഡാൻസ് എക്സ്പ്രഷൻസ് കൂടുതൽ കൊടുക്കുന്ന ഒരു നടിയായിട്ട് തോന്നിയിട്ടുണ്ട്. ചില പടങ്ങളിൽ പെർഫെക്റ്റ് ആയിട്ട് വരും, സെറ്റിൽ ആയിരിക്കും. പക്ഷെ ചില സിനിമകളിൽ പുള്ളിക്കാരി ഓവർ എക്സ്പ്രഷൻ ഇടുന്ന ഒരു പരിപാടിയുണ്ട്. അതവിടെ നിൽക്കട്ടെ. സോ ഒരു കന്യാസ്ത്രീ വിത്ത് തോക്ക്, അത് വെറൈറ്റി ആയിട്ട് തോന്നി എന്നുള്ളതാണ്. പക്ഷെ ഇതിനൊരു ഔട്ട്ഡേറ്റഡ് ലുക്ക് ആയിരുന്നു മൊത്തം കണ്ടപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത്. ഒരു 2002-2004 കാലഘട്ടത്തിലെ ഷാജി കൈലാസിന്റെ ഒക്കെ തന്നെ അല്ലെങ്കിൽ AK സാജന്റെ ഒക്കെ ഏതോ ചില സിനിമ കണ്ട ഒരു നൊക്കളാജിയ തോന്നി. അത് മാത്രമല്ല, വിഷ്വൽസ് ആണെങ്കിൽ ഒരു സീരിയൽ ടൈപ്പ് വിഷ്വൽസ് ആയിട്ടാണ് തോന്നിയത്. ഒരു ആക്ഷൻ സീരിയൽ പോലെ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. മേക്കിംഗ് ഒക്കെ കണ്ടപ്പോൾ ക്യാമറ, കളർ ടോൺ ഒക്കെ ആ ഒരു സീരിയൽ ലെവലിലുണ്ടായിരുന്നു. പടം വരുമ്പോൾ മറിച്ചാവട്ടെ. അടുത്തത് കാട്ടാളനാണ്. പോൾ ജോർജ് ആണ് ഈ പടം സംവിധാനം ചെയ്തിരിക്കുന്നത്. ആന്റണി വർഗീസ് പെപ്പെ നായകനായിട്ട് വരുന്ന സിനിമയാണ്. ഇതിൽ സുനിൽ, കബീർ ദുഹാൻ, അതുപോലെ തുഷാര വിജയൻ, ജഗദീഷ്, അങ്ങനെ കുറെ വമ്പൻ താരങ്ങൾ കാസ്റ്റിലുണ്ട്. ഇത് ചിലപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ട്രെയിലർ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഒരു മാർക്കോ വൈബൊക്കെ അടിക്കുന്നുണ്ട്. പിന്നെ ഒരു വെറൈറ്റി ആയിട്ട് തോന്നിയത് ഇവര് ട്രെയിലർ 3 തീമിൽ, അതായത് നമുക്ക് തന്നെ 3 ഓഡിയോ ട്രാക്ക് ഈ പടത്തിന്റെ ട്രെയിലറിൽ നിന്ന് കിട്ടും. അങ്ങനെ മാറ്റി മാറ്റി കാണാൻ പറ്റും. അതൊരു പുതുമയുണ്ടായിരുന്നു. ബാക്കി ആക്ഷനൊക്കെ രസമുണ്ടെന്ന് തോന്നുന്നു. ബ്രൂട്ടൽ വയലൻസ് ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. പക്ഷേ മൊത്തം കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഇത് റിലേറ്റബിൾ ആകുമോ എന്നുള്ളതാണ്. കാരണം മലയാളം പടമായിട്ട് തോന്നുമോ, മലയാളികളുടെ കഥയായിട്ട് തോന്നുമോ എന്നുള്ള ഒരു സംശയമുണ്ട്. സോ ഒന്നുകിൽ ഇതൊരു വമ്പൻ തൂക്കിയടി ആയിരിക്കും, അല്ലെങ്കിൽ ഒരു വമ്പൻ ബോംബായിരിക്കും. അങ്ങനെ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെന്ന് തോന്നുന്നു. എന്തായാലും അതും പടം കണ്ടതിന് ശേഷം പറയാം. അടുത്തത് ദൃശ്യം 3 ആണ്. ഈ ജിത്തു ജോസഫ് എന്ന് പറയുന്നത് തന്നെ വളരെ അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു ഡയറക്ടറാണ്. ചിലത് വളരെ നന്നായിട്ട് വരും, ചിലത് മോശമാവുകയും ചെയ്യും. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ടീസർ കണ്ടിട്ട് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല എന്നുള്ളതാണ് സത്യം. പ്രത്യേകിച്ച് ഒരു എക്സൈറ്റ്മെന്റും തോന്നാത്ത ഒരു ടീസർ ആയിരുന്നു. എല്ലാവരും പുള്ളിയുടെ സിനിമകൾക്ക് ഒരു സീരിയൽ ലെവൽ മേക്കിംഗ് സ്റ്റൈൽ ഉണ്ടെന്ന് പറയാറുണ്ട്. എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതിൽ ക്യാമറയും കളർ ഗ്രേഡിംഗ് ഒക്കെ കണ്ടപ്പോൾ കുറച്ചുകൂടി ബെറ്റർ ആണെന്ന് തോന്നുന്നു. ആരാണ് ഇതിന്റെ ക്യാമറ? സതീഷ് കുറുപ്പാണ് ഇതിന്റെ സിനിമാറ്റോഗ്രഫി ചെയ്തിരിക്കുന്നത്. സോ ക്യാമറ, കളർ ഗ്രേഡിംഗ് ഒക്കെ കുറച്ചുകൂടി ഇതിൽ ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്തു. ബാക്കി പടം തിയേറ്ററിൽ കണ്ടാലേ നമുക്ക് കറക്റ്റ് പറയാൻ പറ്റുകയുള്ളൂ. ദൃശ്യം 2 ഈയിടെ തിയേറ്റർ റിലീസായിട്ട് ആരും തന്നെ പോയി കണ്ടില്ല. ഇവിടെ ഒന്നും ഷോയെ നടന്നിട്ടില്ല. മിക്കയിടത്തും അങ്ങനെയാണെന്ന് തോന്നുന്നു. എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചെന്ന് ചോദിച്ചാൽ, റിലീസായിട്ട് ഈ പടം അധിവർഷങ്ങളൊന്നും ആയിട്ടില്ല. മിക്കവരും OTTയിൽ
മിക്ക ആൾക്കാരും കണ്ടതാണ്. പിന്നെ വേറൊരു കാര്യം, അതൊരു തിയേറ്റർ മെറ്റീരിയൽ ആയിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടില്ല. പടം നല്ല സ്റ്റോറിയൊക്കെ ആണെങ്കിലും ദൃശ്യം എന്നുള്ള ഒരു പാരമ്പര്യമൊക്കെ ഉണ്ടെങ്കിലും ആ ഒരു സിനിമാറ്റിക് ലുക്ക് ആ പടത്തിന് ഇല്ല എന്നുള്ളത് തന്നെയാണ്. സോ ദൃശ്യം 3 ഞാൻ പേഴ്സണലി ഓവറായിട്ട് പ്രതീക്ഷ വെക്കുന്നില്ല. തിയേറ്ററിൽ വരട്ടെ, നന്നാവട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ദൃശ്യം എന്ന ഫ്രാഞ്ചൈസിൽ വലിയ പ്രതീക്ഷയുണ്ട്, അത് കാക്കുമായിരിക്കും എന്ന് കരുതുന്നു. അടുത്തത് ദൃഢം, മറ്റൊരു മലയാളം ത്രില്ലപ്പടമാണ്. മാർട്ടിൻ ജോസഫ് ആണ് സംവിധാനം. ഷൈൻ നിഗമാണ് നായകനായിട്ട് വരുന്നത്. പുള്ളി പോലീസായിട്ടാണ് വരുന്നത്. ഇതിന്റെ പ്രൊഡ്യൂസർമാരിൽ ഒരാൾ ജിത്തു ജോസഫ് ആണ് കേട്ടോ. ഒരു ഷാഹി കബീർ വൈബാണ് പടത്തിന്റെ ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. വളരെ റൂട്ടഡ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ആണെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ ഒരു പടം വരാൻ വേണ്ടി, ഒരു റൂട്ടഡ് മലയാളം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ വരാൻ വേണ്ടി കുറച്ച് നാളായിട്ട് ഞാൻ വെയിറ്റിംഗ് ആണ്. സോ എനിക്ക് ഏറെ പ്രതീക്ഷയുള്ള ഒരു പടമാണിത്. പക്ഷേ എനിക്ക് തോന്നുന്നത് മിക്കവാറും ഇതൊരു വലിയ ഹിറ്റൊക്കെ ആകുമോ എന്നുള്ള ഒരു സംശയമുണ്ട്. കാരണം ഇപ്പൊ അന്വേഷിപ്പും കണ്ടെത്തും അത്യാവശ്യം ഓടിയ പടമാണെങ്കിൽ അതൊരു 50 കോടി 100 കോടിയൊക്കെ എത്തിയിട്ടില്ലായിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. സോ അതുപോലെ കുറെ കഴിഞ്ഞിട്ട് അണ്ടർ റേറ്റഡ് പടം എന്ന് പറയാനുള്ള ഒരു ഗതി ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. അത്തരത്തിലുള്ള ഒരു കാറ്റഗറി പെട്ട പടമാണ്. എന്നെ പോലെ കുറച്ച് ആൾക്കാരായിരിക്കും ഇതിനെ ഭയങ്കരമായിട്ട് ആഘോഷിക്കുക. സോ നല്ലതാണെങ്കിൽ ഹിറ്റാകും അങ്ങനെ വിചാരിക്കുന്നു. നെക്സ്റ്റ് ഐ നോബഡി, പൃഥ്വിരാജ് നായകനാവുന്ന പടമാണ്. നിസാം ബഷീറാണ് ഇതിന്റെ ഡയറക്ടർ. റോഷാക്കിന് ശേഷം അദ്ദേഹം ഡയറക്ട് ചെയ്യുന്ന പടമാണ്. അതിനുമ്പ് ആദ്യം പുള്ളി ചെയ്തത് കെട്ടിയോളാണ് എന്റെ മാലാഖയായിരുന്നു. പുള്ളിയുടെ സിനിമകൾക്കൊക്കെ ഒരു മിനിമം ക്വാളിറ്റി ഉള്ളതാണ്. ഇതിന്റെ ടീസർ കണ്ടപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടീസർ പോലെയാണ് എനിക്ക് തോന്നിയത്. നമ്മുടെ ഇംഗ്ലീഷ് നോബഡി ഉണ്ടല്ലോ, ആ സിനിമ ചെറുതായിട്ട് എനിക്ക് ഓർമ്മ വന്നെങ്കിലും അതിൽ നിന്നും ഡിഫറെന്റ് ആണ് എന്നും തോന്നുന്നു. ഒരു ഹൈസ്റ്റ് ത്രില്ലർ ആണെന്ന് തോന്നുന്നു, എങ്കിലും നല്ലൊരു ഫ്രഷ്നെസ് തോന്നി. അതേസമയം റൂട്ടഡ് ആയിട്ടും ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. മലയാളത്തിൽ അങ്ങനെ വന്നിട്ടില്ലാത്ത ഒരു ടൈപ്പ് ഓഫ് ഫിലിം എന്നൊരു തോന്നലാണ് ആ ഒരു ടീസറിൽ നിന്ന് കിട്ടിയത്. നല്ല പ്രൊഡക്ഷൻ ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ക്യാമറ, കളർ ഗ്രേഡിംഗ് ഒക്കെ നല്ല രസമുണ്ട്. ആക്ഷൻ സീക്വൻസുകൾ നല്ലതാണെന്ന് പ്രതീക്ഷിക്കുന്നു. സോ ഈ സിനിമയെ കുറിച്ച് എനിക്കൊരു പ്രതീക്ഷയുണ്ട്. ഐ എം വെയിറ്റിംഗ് ഫോർ ദിസ്. അപ്പോൾ ഈ ആഴ്ച കണ്ട ട്രെയിലർ അല്ലെങ്കിൽ ടീസറുകളിൽ ബെസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയത് ഐ നോബഡിയുടേതാണ്. പിന്നെ താല്പര്യം തോന്നിയത് ദൃഢമാണ്. ദൃശ്യം 3 നമുക്കൊട്ടും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുകയില്ല. കിടലനായി മാറട്ടെ എന്ന് ആശംസിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ട്രെയിലറുകളൊക്കെ കണ്ടിട്ട് എന്താണ് തോന്നിയതെന്ന് കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. അപ്പോൾ വീണ്ടും കാണാം. ശരി എന്നാ.